ധന്യനായ കർത്താവിന് മഹത്വം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു: അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല, മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളിച്ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ എന്താണ് ദൈവം നമ്മളിൽ നോക്കുന്നതെന്നാണ് ആ ഒരു ദൈവിക മർമ്മമാണ് ഇവിടെ വെളിപ്പെട്ട് നമ്മൾ കാണുന്നത്. മനുഷ്യർ അവന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നോക്കുന്നു, ദൈവമോ അവന്റെ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയ പരമാർത്ഥതയിൽ നടക്കുന്നവൻ ദൈവത്തെ അവൻ എന്ത് ചെയ്യുന്ന അവനെ ദൈവം വളരെ ആഴത്തിലും അധികമായി സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് കാണും. ദാവീദ് എന്തുകൊണ്ടാണ് ദാവീദിന്റെ പല കുറ്റങ്ങളും ദൈവം ക്ഷമിച്ചതെന്നറിയാവോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്ന മനുഷ്യനാണ്. ഒരു ഭാഗം നോക്കുമ്പോൾ, അത് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തെറ്റായി കാണുന്ന പല കാര്യങ്ങളും. ചില ഭാഗങ്ങളിലേക്ക് ദൈവം നോക്കുന്ന ദൈവ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ദൈവം എന്തെല്ലാം അവനിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത്, ആ സൃഷ്ടിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ചില അനുഭവങ്ങൾ മനുഷ്യനെ എവിടേക്ക് എത്തിക്കുമെന്നുള്ളത് ദൈവത്തിനാണ്. തന്റെ ഹൃദയപ്രകാരം നടന്ന ദാവീദിനെ പല കാര്യങ്ങൾക്കും ദൈവം എന്ത് ചെയ്തു? അവനെ ഒഴിച്ചു മാറ്റി നിർത്തി, ശിക്ഷിക്കാതെ വിട്ടു എന്ന് നമുക്ക് കാണുവാൻ. അപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് അവൻ ദൈവത്തോട് വീണ്ടും തന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദൈവം പറയുന്നത്, ശമൂവേലിനോട് പറയുന്നത്, നീ മുഖം കാണുന്നത് പോലെ അല്ല, നീ അവന്റെ നീളവും പൊക്കവും മുഖവും അവന്റെ പ്രാപ്തിയും അവന്റെ വിദ്യാഭ്യാസവും ഒക്കെയാണ് നീ നോക്കുക. ഞാൻ ഇതൊന്നും അല്ല നോക്കും, ഞാൻ സിമ്പിളായിട്ട് നോക്കുന്ന അവന്റെ ഹൃദയം. അങ്ങനെയാണ് തിരുവെഴുത്ത് ആരംഭം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ശൗലിന്റെ ആയിരുന്നു, അല്ലെ പൗലോസ് എന്ന് ശൗൽ എന്ന പൗലോസിന്റെ ആയിരുന്നു. കാരണം അതൊരു ഒരു ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പായിരുന്നു. ബാക്കിയുള്ള ദൈവിക തിരഞ്ഞെടുപ്പുകളൊക്കെ ദൈവം ഹൃദയം നോക്കിയിട്ടാണ് തെരഞ്ഞെടുത്തത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കഴിവുകളും ഭൂമിയിൽ ഒരു യഹൂദന്റെ ഒരു പരീക്ഷന് എങ്ങനെ ന്യായപ്രമാണത്തിന്റെയും ലോകത്തിന്റെയും സകല തത്വങ്ങളും അനുസരിച്ച്, പൗരത്വത്തിന്റെ നിയമാവലികൾ അനുസരിച്ച് സകലതും പ്രാപ്തനാക്കിയ ഒരു ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ദൈവം മുഖമോ പൊക്കമോ നീളമോ ഒന്നും നോക്കിയില്ല. മീൻപിടുത്തക്കാരൻ തെരഞ്ഞെടുത്തു, ചുങ്കക്കാരൻ തെരഞ്ഞെടുത്തു, മറ്റുള്ള പ്രവൃത്തികൾ ചെയ്തവരെ ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത് തന്റെ ശിഷ്യന്മാരാക്കുകയും അവൽ കൂടി ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ദൈവം വെളിപ്പെടുത്തുകയും വെളിപ്പാടുകൾ ദൈവം പറയുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ ഇവിടെ ശൗലിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ ഒരു രാജാവില്ല. ആ അപ്പോൾ രാജ്യത്വം നടത്തിയെടുക്കുന്ന ശമൂവേൽ അല്ലെങ്കിൽ പുരോഹിതനും, ശമൂവേലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശമൂവേലിന് ഒരു പ്രത്യേക പദവി മാത്രമല്ലായിരുന്നു, ആ പുരോഹിതനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു, രാജ്യത്തെ പരിപാലിക്കുന്നവനുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ആ സമയത്ത്. പക്ഷെ ഇവിടെ ശൗൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അനുസരണക്കേട് കാണിച്ച ശൗൽ, അല്ലെ ജീവിതത്തിൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ശൗൽ ചെയ്തതായിട്ട് കാണുന്നില്ല, അനുസരണക്കേട് കാണിച്ച അമാലേക്കിന്റെ ഇവിടെ പറ്റിയത് എന്താണെന്നറിയാമോ? അമാലേക്കിന്റെ ഓർമ്മയെ എപ്പോഴും ദൈവം നോക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇവിടെ ലൂസിഫർ എന്ന പ്രധാന ദൂതൻ വീണുപോയതിന്റെ കാരണവും, അല്ലെങ്കിൽ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ അനുസരണക്കേട് മുഖാന്തരം ലൂസിഫറിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നോക്ക്, ഇതിങ്ങനെ കാരണം ദൈവസന്നിധിയിൽ അവൻ എത്തും. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവദൂതന്മാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു ദൂതനും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. അപ്പോൾ മനുഷ്യന്റെ വീഴ്ച അവൻ എന്ത് ചെയ്തു? ആഘോഷിച്ചു. ദൈവത്തിന് അത് അതികഠിനമായ വിഷമമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെ ശൗൽ അനുസരണക്കേട് കാണിച്ചു, കാരണം അവൻ ദൈവത്തെ നിന്ദിക്കുകയാണ്.
കാരണം ദൈവം അമാലേക്കിനോട് പറഞ്ഞു, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി എന്തുണ്ടാകും, യുദ്ധമുണ്ടാകുമെന്ന് ദൈവം മരുഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞു. അതിനൊരു പൂർത്തീകരണം വരുത്തുവാൻ അയക്കപ്പെട്ടവൻ അതിന് പൂർത്തീകരണം വരുത്തുകയോ മൊത്തമായി നശിപ്പിക്കുകയോ ചെയ്യാതെ മടങ്ങി വന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തു? ഇവിടെ ശൗൽ നിന്ദിച്ചു. അനുസരണക്കേടിൽ കൂടി അവൻ ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. മനുഷ്യരും ഇത് തന്നെയാണ് ചെയ്തത്. ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തു എന്നുള്ള അനുസരണക്കേട് മാത്രമല്ല കാണിച്ചത്, ലൂസിഫറിന്റെ മുമ്പിൽ ദൈവത്തെ നിന്ദിക്കുകയും കൂടെ ചെയ്തു എന്ന് നമുക്ക് ദൈവത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന്, ഇതൊക്കെ ഒരു മാർമികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ വലിയ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ സ്വയം ശോധന ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ഞാൻ അനുസരണക്കേട് മാത്രമാണോ ദൈവത്തോട് കാണിക്കുന്നത്, അതോ ആ പ്രവൃത്തിയിൽ കൂടി ഞാൻ ദൈവത്തെ നിന്ദിക്കൂടി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. ഇവിടെ അതിന് പകരമായി അഭിഷേകം ചെയ്യുവാൻ ഇശായിയുടെ വീട്ടിലേക്ക് ശമൂവേലിനെ ദൈവം അയക്കുമ്പോൾ ഇവിടെ വേണ്ടവൻ അവിടെ ഇല്ല. എവിടെ ഇനി വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരുത്തൻ കൂടെ ഉണ്ട്. ശമൂവേൽ ആ പടെ മുഴുവനായിട്ട് കൺഫ്യൂഷനായി പോയി. ആ ഒരു ദൈവത്തിന്റെ വിശ്വസനായ പ്രവാചകൻ, വെളിപ്പാടും സകല ദൈവകൃപയുള്ള മനുഷ്യൻ പോലും ഇശായിയുടെ വീട്ടിൽ വന്നിട്ട് ആകെപ്പാടെ എന്താ എങ്ങനെയാണെന്നുള്ളത് എന്താണ്, കാരണം തള്ളപ്പെട്ട് തള്ളപ്പെട്ട് തള്ളപ്പെട്ടു പോവുകയാണ്. മുഖവും നീളവും പൊക്കവും ഒന്നുമല്ല നോക്കട്ടെ, ഹൃദയം നോക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും തള്ളപ്പെട്ടു പോകുമ്പോൾ അവസാന ഇശായിയോട് ഇനി വല്ലൊരു ആ ഒരുത്തനുണ്ട് ആടുകൾ. ഇതൊക്കെ തന്നെ നിന്നെ കുറിച്ചുള്ള നിന്റെ അപ്പന്റെ അമ്മയുടെ കണക്കൂട്ടൽ ഇതൊക്കെ തന്നെ. അവൻ ആടുകളും എന്ന് പറഞ്ഞാൽ അവന് യോഗ്യതയൊന്നും ഇല്ലെന്നേ. അവൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് വരുവാനുള്ള യോഗ്യത, അതാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അത് തന്നെയാണ് ശമൂവേലിനോട് ദൈവം പറഞ്ഞത്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവനെ കണ്ണുകൊണ്ട് കാണുന്നു, ദൈവന്റെ ഹൃദയത്തെ നോക്കുന്നു. അപ്പോൾ ഇശായിയുടെ ഇളയ മകനായിരിക്കുന്ന ദാവീദിന് ഇശായിയുടെ സഹോദരങ്ങളുടെ അല്ല, അവന്റെ അമ്മയുടെയും മുമ്പിൽ പോലും എന്തില്ല? ഇസ്രയേലിലെ രാജാവാകുവാനുള്ള യോഗ്യതയില്ല. അതാണ് പറഞ്ഞത്, ഒരുത്തനുണ്ട് അവൻ ആട്ടിടവൻ ആടുകളുമായിട്ട്. എത്ര നിസ്സാരമുണ്ട്. പക്ഷെ ശമൂവേൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് ഇശായിയോട് ഇടപെട്ടു. അവൻ വരാതെ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. കാരണം അവന്റെ മിഷൻ അതാണ്, ഇസ്രായേലിന് ഒരു രാജാവായി വാഴിക്കുവാൻ ഇശായിയുടെ കുടുംബത്തിൽ ഞാൻ ഒരുത്തരെ കണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായുള്ള ദൈവത്തിന്റെ കൽപ്പന കേട്ട് പുറപ്പെട്ട പ്രവാചകനാണ് അവൻ. അഭിഷേകം ചെയ്യുവാൻ അഭിഷേകതലമായിട്ട് വന്നിട്ട് വെറും കൈയിട്ട് അവന്റെ ദൈവം മടക്കി അയക്കത്തില്ലെന്ന് വ്യക്തതയുള്ളവൻ അവൻ ഇശായിയോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, ആരാണ്, എന്താണ്? അവൻ വരാതെ ഒരു തുള്ളി വെള്ളം നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കെണ്ടക്കിയും ഈ ഈ ഫ്രൈകളും ഒന്നും ഞാൻ ഭുജിക്കുക, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. കാരണം അവൻ പറഞ്ഞു, അവനാണ് ഇവിടുത്തെ പ്രധാന വ്യക്തി. ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്രം. മനുഷ്യരുടെ കണ്ണിന് നീ യാതൊരു വിലയില്ലാത്തവനും വിലയില്ലാത്തവളും. നിന്റെ വീട്ടിൽ പോലും നീ എന്തായിത്തീരും? നീ ഒരു അപശകുനമായിരിക്കും. ആമേൻ. നിന്റെ മാതാപിതാക്കൾ നിന്നെ ആമേൻ സ്തോത്രം വിട്ടുകളഞ്ഞിരിക്കുകയായിരിക്കും, നിന്നെ കളഞ്ഞിരിക്കും. പക്ഷെ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ കാണുന്നുണ്ട് കേട്ടോ. വ്യക്തമായി ദൈവം നിന്നെ കാണുന്നുണ്ട് കേട്ടോ. നിനക്ക് പ്രാധാന്യം തരാത്തത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ ഉയർച്ച ഉണ്ടാകാതിരിക്കുന്നത്. നിനക്ക് പ്രാധാന്യം എന്ന് നിന്റെ വീട് കൽപ്പിക്കുന്നു, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ കൽപ്പിക്കുന്നു, അന്ന് നിന്റെ വീടിന് ഉയർച്ച ഉണ്ടാകും. ഇവിടെ ഇശായിയുടെ വീടിന് ഉയർച്ച ഉണ്ടാകുവാൻ പോവുകയാണ്. കാരണം ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം കാട്ടിൽ ഒരുവനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വയതിലെ നിന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ നിന്ന് നിന്നെ നാട്ടിലേക്ക് വിളിക്കുവാനും നാട്ടിൽ വിളിച്ചിട്ട് രാജത്വത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകരുവാനുള്ള ദൈവിക പദ്ധതിയുടെ മുമ്പിലാണ് നീ ഈ ദിവസങ്ങളിലായിരിക്കുന്നതെന്ന് നീ മറന്നുപോകില്ല. അതുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ സ്തോത്രം ചെയ്ത ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം ഈ ദിവസങ്ങൾ നിറവേറ്റുവാൻ പോവുകയാണ്. വീണ്ടും നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിച്ച് മുന്നേറിയ വചനങ്ങളാൽ ദൈവം നമ്മുടെ സഹായം.